ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓറിയോ വെച്ച് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. വെറും 3 കഷ്ണം ബ്രെഡും ഓറിയോയും പഞ്ചസാരയും പാലും ഉണ്ടെങ്കിൽ ആർക്കും എളുപ്പത്തിൽ ഈ കേക്ക് തയ്യാറാക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 ബ്രെഡിനെ സൈഡ് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലത്തെ മുരിഞ്ഞ ഭാഗം നമുക്ക് ആവശ്യമില്ല. ഈ സോഫ്റ്റ് ആയ ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു കത്തി ഉപയോഗിച്ച് ഇതിന്റെ സൈഡൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കണ്ടിച്ചു കളയാം. കണ്ടോ, ഞാനിപ്പോ ഒരു ബ്രെഡ് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡുകളും മുറിച്ചെടുക്കാം. നമുക്ക് 3ാമത്തെ ബ്രെഡും കട്ടിച്ചെടുക്കാം. ഇപ്പൊ നമ്മളിത് 3 ബ്രെഡും ഇതുപോലെ കണ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആളായ ഓറിയോ ബിസ്ക്കറ്റ് എടുക്കാം. ഇതുപോലത്തെ ഒരു ഓറിയോ ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് പൊട്ടിച്ച് നമുക്ക് പാത്രത്തിലേക്ക് ഇടാം. ഏകദേശം ഒരു 10-12 ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ ക്രീമും ഈ ബിസ്ക്കറ്റും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഒരു കത്തി എടുത്തിട്ട് നമ്മുടെ ബിസ്ക്കറ്റ് അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇട്ടിട്ട് ക്രീം ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. കത്തി കൊണ്ട് ചെയ്താൽ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ എടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ ഞാൻ നമ്മുടെ ബിസ്ക്കറ്റും ക്രീമും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പൊ ഞാൻ നമ്മുടെ ബിസ്ക്കറ്റ് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റിന്റെ തരികളൊന്നും ഒട്ടുമില്ലാതെ ഇതുപോലെ പൊടിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തിളപ്പിച്ച പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറേശ്ശെ പാലൊഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ചോക്ലേറ്റ് രൂപത്തിൽ കിട്ടണം. കുറേശ്ശെ നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമുക്ക് ബ്രെഡിന്റെ മുകളിൽ തേക്കാനുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ ചോക്ലേറ്റ് ക്രീം. ഇനി നമുക്കിത് ഓരോ ബ്രെഡിന്റെ മുകളിൽ തേച്ചെടുക്കാം. ഞാനിപ്പോൾ അതിനായിട്ടൊരു പാത്രം എടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ചൊരു ക്രീം തേച്ച് വെക്കാം. ശേഷം നമുക്ക് ഒരു ബ്രെഡ് വെച്ചെടുക്കാം. അതിന്റെ മുകളിൽ നമ്മുടെ ക്രീം ഒഴിച്ചെടുക്കാം, നമ്മുടെ ഓറിയോ ക്രീം. ഇനി ഞാൻ അടുത്ത ബ്രെഡ് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അവസാനത്തെ ബ്രെഡ് വെച്ചു കൊടുക്കാം, നമ്മുടെ 3ാമത്തെ ബ്രെഡ്. നമുക്ക് സൈഡിലേക്ക് ഒന്ന് ക്രീം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബ്രെഡിൽ ഞാൻ ഓറിയോയുടെ ചോക്ലേറ്റ് ക്രീം മുഴുവൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം. ഇപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഓറിയോയുടെ വൈറ്റ് ക്രീം നമുക്ക് ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കാം. ഇനി നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം. അത് കുറേശ്ശെ പാലൊഴിച്ച് നമുക്ക് ലൂസാക്കി എടുക്കണം. ഞാനിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ ഇതിനകത്ത് പാലൊഴിക്കാം. അത് ഈ വൈറ്റ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. ചോക്ലേറ്റിൻ്റെ പുറത്ത് വൈറ്റ് ഒരു ഡെക്കറേഷൻ വരുമ്പോഴേക്കും കേക്കൊക്കെ കാണാൻ നല്ല ഭംഗി. നമ്മുടെ വൈറ്റ് ക്രീമിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഇപ്പതേ നമ്മുടെ വൈറ്റ് ക്രീം ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ദേ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ രീതിക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പതേ നമ്മുടെ കേക്ക് ഒരു 10 മിനിറ്റ് ശേഷം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ലേഖതേ നേരത്തെ നമ്മൾ ചോക്ലേറ്റ് പൊടിച്ചപ്പോഴേക്കും കുറച്ച് ചോക്ലേറ്റ് പൊടി മാറ്റി വെച്ചിരുന്നു ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. നമുക്കിതൊന്ന് ഇതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ സൈഡ് വഴി നമുക്ക് ഈ ചോക്ലേറ്റിൻ്റെ പൊടി ഇതിൽ കൊടുക്കാം. ഇനിയിപ്പോൾ ചെറിയൊരു പൂ ഇവിടെ വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് സൈഡ് വഴിയൊക്കെ ഒന്ന് ഇപ്പൊ നമ്മുടെ ബ്രെഡ് ഓറിയോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഇത് തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്. എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് സിമ്പിളാണ് തയ്യാറാക്കാൻ. അപ്പോൾ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കണം. അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്